പ്രിന്റു, PMLA കേസിൽ, അതായത് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതിസ്ഥാനത്തുള്ള പാർട്ടിയാണ് CPM, കേരളത്തിലെ CPM. ഒരുപക്ഷെ ലോകത്തേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇമാതിരി കുപ്രസിദ്ധിക്ക് അർഹമായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ CPM മാത്രമാവും. തൊഴിലാളി പാർട്ടിയാണെന്ന് ഇപ്പോഴും വീമ്പിളക്കി നടക്കുന്നുണ്ട്. അണികളുടെ കണ്ണിൽ പൊടിയിടാൻ തൊഴിലാളി സ്നേഹം കാണിച്ചല്ലേ പറ്റൂ, സ്വാഭാവികം. മുതലാളിമാരാണ്, ബൂർഷ്വാസികളാണ് അഭിനവ പാർട്ടിയിലാകമാനമെന്ന് അറിയാത്തവരായി ആരുമില്ല. അങ്ങനെയിരിക്കെ ശരത് പ്രസാദിൻ്റെ ഹൃദയത്തിൽ നിന്നൂർന്ന വാക്കുകൾ കോടികളുടെ ഇടപാടുകളിലേക്കല്ലേ വെളിച്ചം വീശുന്നത്? പ്രിന്റു, തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശരത് എന്ന് പറയുന്ന DYFIയുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം ഈ സത്യത്തിൽ പാർട്ടിയിലെ ഫ്യൂഡൽ മാടമ്പിമാർക്കെതിരെ വലിയൊരു വാളെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനൊരു വിഷമമാണ്. അദ്ദേഹം പറയുന്നത് അങ്ങ് പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, ഒരു SFIക്കാരൻ ആകുന്ന സമയത്ത് ഒരു 10,000 രൂപ വരെ നമുക്ക് പിരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ DYFI ആകുന്ന സമയത്ത് നമുക്ക് 25,000 രൂപ വരെയാണ് കിട്ടുക. അത് കഴിഞ്ഞാൽ നമുക്ക് 75,000 രൂപ വരെ ഒരു CPMൻ്റെ ഒരു ജില്ലാ നേതാവായി കഴിഞ്ഞാൽ നമുക്ക് പിരിവെടുക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ട് സഖാക്കളായിട്ടുള്ള കുട്ടി സഖാക്കൾ തമ്മിലുള്ളൊരു ആ സംഭാഷണമാണ്. ആ സംഭാഷണമാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അദ്ദേഹം ഇപ്പോൾ ശരത്ത് നിർധന കുടുംബത്തിലാവുമ്പോൾ അവൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്, നാളെ ഈ പാർട്ടിയുടെ ഒരു സംസ്ഥാന ജില്ലാ നേതാവായി കഴിഞ്ഞാൽ എനിക്ക് 1 ലക്ഷം രൂപ വരുമാനമുള്ളൊരു വ്യക്തിയാകാൻ മാറാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സഹപ്രവർത്തകനെ ശരത്ത് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ താൽക്കാലിക പ്രതിസന്ധിയൊക്കെ മാറും. അപ്പോൾ നോക്കൂ, ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ പണം പിഴിയുക എന്നതാണ് ഇവർ ചിന്തിക്കുന്നത് തന്നെ. ഇതിനകത്ത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ 3 Kകൾ, അതാണ് സത്യത്തിൽ തൃശ്ശൂരിലെ ഈ പറയുന്ന പാർട്ടിയുടെ ഫ്യൂഡൽ സിസ്റ്റത്തെ പണം എങ്ങനെയൊക്കെയാണ് ആളുകളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുക, സഹകരണ സംഘത്തിൻ്റെ പണം എങ്ങനെയാണ് നമുക്ക് അത് വ്യക്തിഗതമാക്കി മാറ്റുക എന്ന് ചിന്തിക്കുന്ന ഒരു 3 K ഉണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ അത് ഒന്ന് MK കണ്ണൻ, ഒന്ന് അനൂപ് കാട, മറ്റൊന്ന് വർഗീസ് കണ്ടംകുളത്തി. ഈ 3 വലിയ, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ടോപ്പ് ക്ലാസ് ലെവലിൽ ഡീലിങ്സ് മാത്രം നടത്തുന്ന പാർട്ടിയുടെ നേതാക്കന്മാരാണ്. സത്യത്തിൽ ഈ ശരത്ത് പറയുന്നത് ഈ കണ്ണൻ അദ്ദേഹം കപ്പലണ്ടി വിറ്റെന്നാണ്. ഞാനൊന്ന് പരിശോധിച്ച സമയത്ത് അദ്ദേഹം ജീവിതത്തിൽ ഇന്നവരെ ഒരു പണിക്ക് പോയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജീവിതത്തിൽ അദ്ദേഹം വെള്ളയും ഇട്ട് നടന്നതല്ലാതെ കപ്പലണ്ടി പോയിട്ട് അദ്ദേഹം ഒരു കടലാസ് പോലും പെറുക്കി ഈ തൃശ്ശൂർ ടൗണിൽ നടന്നിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബിനാമി സ്വത്തുക്കളുടെ എണ്ണം ഇപ്പോൾ ഇന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ 80കളുടെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ എൻ്റെ കയ്യിൽ 100 രൂപ ഇല്ല എന്ന് പറയുന്നത്. ഞാൻ അൻസാറെ വ്യക്തമായിട്ട് പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ബിനാമി ഇടപാടുള്ള 4 ബാറുകൾ തൃശ്ശൂർ ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട്. പൂമല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന് വലിയൊരു റിസോർട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ഗൾഫിൽ വലിയ രീതിയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ പാവപ്പെട്ടവൻ്റെ കൊള്ളയടിച്ച പണം കൊണ്ട് ഗൾഫിൽ വ്യവസായം നടത്തുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും ഒക്കെ ഇവിടുത്തെ സർവ്വസാധാരണക്കാരൻ്റെ കയ്യിലെ പണം കൊണ്ട് വലിയ രീതിയിലുള്ള ശതകോടീശ്വരന്മാരാണ്. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഈ MK കണ്ണൻ്റെ ആസ്തി, സാധാരണ ജംഗം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും ആസ്തി നോക്കുന്ന സമയത്ത് മിനിമം ഒരു 50 കോടി രൂപയാണ്. ഈ MK കണ്ണൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കണം. അദ്ദേഹം ആകെ ഒരു 2 വർഷം മാത്രമാണ് MLA ആയിട്ടുള്ളത്. അദ്ദേഹം നമുക്കറിയാം CMP ഉണ്ടാക്കിയിട്ട് MVR പോകുന്ന സമയത്ത് MVRൻ്റെ ഒരു വിശ്വസ്തൻ ആയിരുന്നു. അദ്ദേഹം CPM നിന്ന് വിടുന്നു. എന്നിട്ട് MVRന് വേണ്ടിയിട്ട് സഹകരണ മേഖലയിൽ വലിയ കള്ളത്തരങ്ങൾക്കും കൊള്ളത്തരങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നുകൊണ്ട് അദ്ദേഹം CMPക്ക് വേണ്ടിയിട്ട് 17ഓളം ബാങ്കുകൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ നോക്കണം, ഈ CMP എന്ന് പറയുന്നത് കേരളത്തിൽ എത്രമാത്രമുള്ള ഒരു പാർട്ടിയായിരുന്നു നമുക്കറിയാം. MVRൻ്റെ കാലത്ത് സഹകരണ മേഖല MVR ഭരിക്കുന്ന സമയത്തോളം 17ഓളം ബാങ്കുകൾ MVR ഉണ്ടായിരുന്നു. പിന്നീട് MVR അവശത അനുഭവിക്കുന്ന സമയത്ത് CPMകാർ MK കണ്ണനെ വിലക്കെടുക്കുകയാണ്. അന്ന് MK കണ്ണനെ വിലക്കെടുക്കുന്ന സമയത്ത് CPMകാർ പറഞ്ഞ ഡീല്, കാരണം ഈ 16 ബാങ്കുകളായിട്ട് 150 കോടി രൂപയുടെ നിക്ഷേപമാണ്. ഈ MK കണ്ണൻ അറിയാം, ഈ പറയുന്ന എല്ലാവിധ UDFൻ്റെയും കൊള്ളരുതായ്മകളുടെയും ഈ കള്ളപ്പണ വെളുപ്പിക്കലിൻ്റെ ഡീലായിട്ട് അന്ന് പ്രവർത്തിച്ചിരുന്നത് MK കണ്ണനാണ്. CPMകാർ ഈ 150 കോടിയുടെ ആസ്തിയുള്ള ബാങ്കുകൾ CPMൻ്റെ കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് MK കണ്ണൻ ഉപഹാരമായി കൊടുത്തത് CPMൻ്റെ സംസ്ഥാന സമിതി അംഗത്വമാണ്. നമ്മൾ മനസ്സിലാക്കണം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക് ഒറ്റടിക്ക് CPM പോലെയുള്ള പ്രസ്ഥാനം സംസ്ഥാന സമിതി അംഗമായിട്ട് ഒരു അംഗത്വം കൊടുക്കണമെങ്കിൽ ഈ കണ്ണൻ എന്ന് പറയുന്ന ഡീലർ എത്ര വലിയ സ്രാവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് CPMന് മനസ്സിലായി MK കണ്ണനാണ് സഹകരണ മേഖലയിൽ കൊള്ളയടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും നല്ല ടൂളെന്ന്. അതുകൊണ്ട് നോക്കൂ, ഈ സഹകരണ മേഖലയിൽ നമ്മുടെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് മാത്രം 300 കോടി രൂപ,
ഈ നടത്തറ ബാങ്ക്, ഒല്ലൂർ ബാങ്ക്, വരന്തരപ്പള്ളി ബാങ്ക് അടക്കം 200 കോടി രൂപയുടെ തട്ടിപ്പാണ്. അതായത് MK കണ്ണൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് 500 കോടി രൂപയുടെ അഴിമതിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ CPM നടത്തിയിട്ടുള്ളത്. അത് വളരെ വ്യക്തമായി നടത്താൻ അറിയുന്ന നമ്പർ 1 ഫ്രോഡും നമ്പർ 1 കള്ളനുമാണ് ഈ കണ്ണൻ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് MK കണ്ണൻ എന്ന് പറയുന്ന ഒരു ചെറിയ സ്രാവോ വലിയ സ്രാവോ മാത്രമല്ല, ഇത് CPMന്റെ സംസ്ഥാന നേതൃത്വം കൃത്യമായിട്ട് MK കണ്ണൻ എന്ന് പറയുന്ന ടൂളിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ നമുക്കറിയാം അവിടുത്തെ പ്രധാനപ്പെട്ട ഡിവൈഎഫ്ഐയുടെ മറ്റൊരു നിപിൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം 6 മാസം മുമ്പ് ആണ് ഈ പറയുന്ന നടത്തറയിലെ ഒരു 7ഓളം സഹകരണ ബാങ്കുകളുടെ കൊള്ളത്തരങ്ങൾക്കെതിരെ നമ്മുടെ ഗോവിന്ദൻ മാഷ്ക്ക് അദ്ദേഹം കത്ത് കൊടുക്കുന്നു. ഗോവിന്ദൻ മാഷ് ആ കത്തിനെതിരെ പ്രതികരിക്കുക മാത്രമല്ല, ആ ചെറുപ്പക്കാരന്റെ പാർട്ടിയിൽ നിന്ന് അതിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ പുറത്താക്കുന്ന സംവിധാനമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് ആ നിപ്പിനുമായിട്ടാണ് ഈ ശരത്ത് ഈ ടെലിഫോൺ സംഭാഷണം നടത്തിയതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം സർവ്വസാധാരണക്കാരായ ജനങ്ങളുടെ ഈ പറയുന്ന സഹകാരികളുടെ പണം എങ്ങനെയാണ് പാർട്ടിക്കും പാർട്ടിയുടെ പ്രവർത്തനത്തിനും പാർട്ടിയുടെ നേതാക്കന്മാരെ ഫ്യൂഡൽ മാടമ്പിമാരാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതിന്റെ വസ്തുതയാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത്. കാരണം 2.5 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു മേഖലയാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖല ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് അവിടുത്തെ സ്വത്ത് മുഴുവൻ പാർട്ടിയുടെ നേതാക്കന്മാരെ പണക്കാരാക്കാനും അവർക്ക് കോടികളുടെ ബിസിനസ് സംവിധാനം ചെയ്യാനുള്ള ഒരു രൂപരേഖയും ഒരു മാർഗരേഖയുമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടതുപക്ഷം. അതിനെതിരെ ഒരു ചെറവരലനക്കാൻ പോലും ഒരാൾ തയ്യാറാകുന്നില്ല. ഇപ്പൊ നോക്കൂ, ഈ കണ്ണന്റെ വിഷയമുണ്ടായി. ആ കണ്ണന്റെ വിഷയമുണ്ടായപ്പോഴും അദ്ദേഹത്തെ ന്യായീകരിക്കാനാണ് EP ജയരാജനും ഗോവിന്ദൻ മാഷും തയ്യാറാകുന്നത്. അദ്ദേഹത്തിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ CPMന്റെ ഈ ഫ്യൂഡൽ ദുഷ്പ്രഭുത്വം സർവ്വസാധാരണക്കാരൻ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വളർന്നു വലുതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ തൃശ്ശൂരിലുണ്ടായി. അതിന്റെ ആദ്യത്തെ പ്രതികരണമാണ് കരിവന്നൂരിലുണ്ടായത്. കരിവന്നൂരിലെ സമരനായകനായതിന്റെ പേരിലാണ് സുരേഷ് ഗോപിയെ വലിയ രീതിയിൽ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിന്റെ പിറകെ കൃത്യമായിട്ട് പിറകെ പോകുന്നുണ്ട്. ഇപ്പൊ നടത്തറ ബാങ്കിലെ സഹകരണ ബാങ്കിലെ കൊള്ളയായിക്കോട്ടെ, MK കണ്ണന്റെ അനധികൃത സ്വത്ത് സമ്പാദനമായിക്കോട്ടെ, അതിനെതിരെ ഈ തൃശ്ശൂരിലെ BJP കൃത്യമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. അന്ന് പോരാട്ടം നടത്തുന്ന സമയത്ത് BJP അപഹസിക്കാനും BJPക്കെതിരെ വലിയ കുപ്രചരണം നടത്താനാണ് തയ്യാറായത്. ഇപ്പോഴല്ലേ കരിവന്നൂർ ബാങ്കിലെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കണ്ണൻ ഒരു ബിംബമാണ്. ഇവിടത്തെ സർവ്വസാധാരണക്കാര സഹകാരികളുടെ അവരുടെ സ്വത്തും ജീവനും പണയം വെച്ചുകൊണ്ട് അവർ പടുത്തുയർത്തിയിട്ടുള്ള ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ, സർവ്വസാധാരണക്കാരായ ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ്, അത് നോക്ക ടാപ്പിംഗ് തൊഴിലാളി ആയിക്കോട്ടെ, ഇവിടുത്തെ നമ്മളുടെ ഈ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മേഖലയാണ് ഈ ഓട് നിർമ്മാണ മേഖല. അവിടുത്തെ തൊഴിലാളികളായിക്കോട്ടെ, സർവ്വസാധാരണക്കാരൻ അവരുടെ ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ വലിയ പങ്ക് അവിടെ കൊണ്ടുവിട്ടു പോയത് ഈ സഹകരണ മേഖലയിൽ വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസത മുഴുവൻ തകർത്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തറയിലെ ബാങ്ക് കോളേജിൽ പറയുന്നത് ബാങ്ക് ആധാരത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് വെച്ചിട്ടാണ് 15 ലക്ഷം രൂപ അവിടുത്തെ ഏരിയ സെക്രട്ടറിക്ക് വായ്പ എടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മുക്കുപണ്ട പണയം വെച്ചുകൊണ്ട് ലോക്കൽ സെക്രട്ടറിക്ക് 7 ലക്ഷം രൂപ കൊടുക്കുക. ഈ കേരളത്തിൽ ഇതൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ സഹകരണ മന്ത്രിയും ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനവും ഒക്കെ തന്നെ നോക്കുകുത്തിയായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഈ കേരളത്തിൽ ഇത് വലിയൊരു വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സഹകരണ മേഖലയിലെ കൊള്ള CPM തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രം 500 കോടി രൂപയുടെ വലിയ രീതിയിലുള്ള തീവെട്ടിക്കൊള്ളയാണ് CPMന്റെ നേതാക്കൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്. പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള പടയൊരുക്കം ഇതിനകത്തുണ്ട്. സഹകാരികൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങി നടത്തറയിലടക്കം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ മുൻ ലോക്കൽ സെക്രട്ടറി അടക്കം ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രാജിവെച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെ പുറത്തുള്ളവരാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ കൊട്ടാരത്തിനകത്തു നിന്ന് ഞങ്ങളുടെ രാജാക്കും മന്ത്രിമാരും നഗ്നരാണെന്ന് വിളിച്ചു പറയാൻ വേണ്ടി ആളുകൾ തയ്യാറായിരിക്കും എന്നുള്ള വസ്തുത കൂടിയും CPM പോലെയുള്ള പ്രസ്ഥാനങ്ങൾ തിരിച്ചറിഞ്ഞാൽ നല്ലത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നേപ്പാളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ നമ്മൾ കണ്ടു, അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മന്ത്രി പുങ്കവന്മാരെയും രാഷ്ട്രീയ അധികാര ഇടനാളികളിൽ നിന്നുകൊണ്ട് ഫ്യൂഡൽ പ്രഭുക്കന്മാരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരെ ജനം തെരുവിലിട്ട് തല്ലുന്നത് പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് നാളെ തൃശ്ശൂരിലെ തെരുവുകളിൽ ഈ നേതാക്കന്മാരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കാണ് CPMന്റെ പ്രവർത്തനവും ഇവിടുത്തെ സഹകരണ മേഖലയിലെ കൊള്ളയും കൊണ്ടുപോകുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വലിയ കൊള്ളക്കാർ പാർട്ടിയുടെ തലപ്പത്തിരിക്കുമ്പോഴും അണികൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഇപ്പോഴും ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചു നടക്കുകയാണല്ലോ.